തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മുൻ ഡി.ജി.പി. കൂടിയായ ആർ. ശ്രീലേഖ മത്സരിക്കാൻ എത്തിയതു മുതൽ വിവാദങ്ങളുടെ തോഴിയായിരുന്നു. മത്സരിച്ച് വിജയിച്ച ശേഷവും അവർ പല പല കാരണങ്ങളാൽ വാർത്തകളിൽ നിറയുന്നുണ്ട്. മേയറാകുമെന്ന് മോഹിച്ചിരുന്ന് അത് കിട്ടാത്തതിനാൽ പാർട്ടിയുടെ അതൃപ്തി രേഖപ്പെടുത്തിയതും അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പുറത്തുപോയതും എല്ലാം വലിയ വാർത്തയായി. ഇപ്പോഴിതാ വി.കെ. പ്രശാന്ത് എം.എൽ.എയോട് ശാസ്തമംഗലത്തെ ഓഫീസ് കെട്ടിടം ഒഴിയാൻ ആവശ്യപ്പെട്ടതിലൂടെ വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ് ശ്രീലേഖ. ശാസ്തമംഗലത്ത് നിന്നുള്ള കൗൺസിലറായ തന്റെ പ്രവർത്തനത്തിന് സൗകര്യപ്രദമായ ഓഫീസ് കെട്ടിടം ഇതാണ് എന്നും അത് പ്രശാന്ത് ഒഴിഞ്ഞു തരണമെന്നുമാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. എന്നാൽ വാടക കരാർ തീരുന്നതുവരെ താൻ അവിടെ തുടരുമെന്നും ഒഴിയാനാകില്ല എന്നും വി.കെ. പ്രശാന്തും മറുപടി നൽകി. ശ്രീലേഖയുടെ ആവശ്യം വാർത്തയായതോടെ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. ഇതോടെ സഹോദരനെ പോലെ പ്രശാന്തിനോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് എന്നും പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നാണ് എം.എൽ.എ. മറുപടി നൽകിയത് എന്നും ശ്രീലേഖയും വിശദീകരണവുമായി രംഗത്തെത്തി. പിന്നീട് നടന്നത് സോഷ്യൽ മീഡിയയിലെ വലിയ വാക്കേറ്റങ്ങളായിരുന്നു. CPM അണികളും ബി.ജെ.പി. അണികളും തമ്മിൽ കൊമ്പുകോർക്കുന്ന സ്ഥിതിയുണ്ടായി. എം.എൽ.എയെ ഒഴിപ്പിച്ചേ പറ്റൂ എന്ന നിലപാടിലായിരുന്നു ബി.ജെ.പിയുടെ സൈബർ വിഭാഗം. എന്നാൽ പ്രശാന്ത് വിട്ടുകൊടുക്കേണ്ട എന്നായിരുന്നു CPM അണികളുടെയും വാദം. ഈ വാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് പൊടുന്നനെ ശ്രീലേഖ പ്രശാന്തിന്റെ ഓഫീസിലെത്തി പ്രശാന്തിനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങളിലെല്ലാം ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത്. ഇതോടെ ഈ വിവാദം ഏറ്റുപിടിച്ച ബി.ജെ.പി. CPM അംഗങ്ങളാണ് ശരിക്കും പുലിവാല് പിടിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശാസ്തമംഗലത്ത് നിന്നുള്ള ബി.ജെ.പി. കൗൺസിലറാണ് ആർ. ശ്രീലേഖ. വട്ടിയൂർക്കാവ് എം.എൽ.എ. ആയ വി.കെ. പ്രശാന്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതും ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിലാണ്. മുൻ കൗൺസിലറുടെ ഓഫീസും ഉണ്ടായിരുന്നത് ഇതേ കെട്ടിടത്തിലാണ്. മുൻ കൗൺസിലർ ബി.ജെ.പി. അംഗമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കൗൺസിലറുടെ മുറി ചെറുതാണ് എന്നും എം.എൽ.എ. ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണം എന്നുമാണ് ശ്രീലേഖ പ്രശാന്തിനെ വിളിച്ചറിയിച്ചത്. ഫോണിലൂടെയായിരുന്നു ശ്രീലേഖ ഇക്കാര്യം പ്രശാന്തിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ വാടക കരാർ പ്രകാരമാണ് ഓഫീസ് അനുവദിക്കപ്പെട്ടത് എന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാലാവധിയുണ്ട് എന്നും അതിനുശേഷം ഒഴിയാമെന്നും പ്രശാന്ത് മറുപടി നൽകി. ഓഫീസ് ആവശ്യപ്പെടേണ്ട രീതിയിലല്ല ശ്രീലേഖ പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടത് എന്ന വിമർശനം ഇതോടെ ഉയർന്നു. കൗൺസിലർക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് വേണമെങ്കിൽ മേയർ വഴിയാണ് അനുമതി കിട്ടേണ്ടത്. കെട്ടിട സൗകര്യം ലഭ്യമാണോ എന്ന് സെക്രട്ടറി പരിശോധിച്ച് നടപടിയെടുക്കും. കോർപ്പറേഷന്റെ കെട്ടിടം വാർഡിൽ ലഭ്യമല്ല എങ്കിൽ മറ്റു കെട്ടിടങ്ങൾ വാടകയ്ക്കെടുക്കാനും സൗകര്യമുണ്ട്. കോർപ്പറേഷൻ നിശ്ചിത തുകയായ പ്രതിമാസം പരമാവധി 8,000 രൂപ വാടകയും നൽകും. ഇത് കണക്കിലെടുത്താൽ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് മുറി ലഭിക്കാൻ ശ്രീലേഖയ്ക്ക് അർഹതയുണ്ട്. മാത്രമല്ല കൗൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത മാർച്ച് വരെ കാലാവധി ബാക്കിയുണ്ട് എങ്കിലും കെട്ടിടം ഒഴിപ്പിക്കാൻ ബി.ജെ.പിക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ എം.എൽ.എക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ ഇന്ന് രാവിലെയാണ് ശ്രീലേഖ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായത്. എം.എൽ.എ. ഓഫീസ് മാറിത്തരാമോ എന്ന് വി.കെ. പ്രശാന്തിനോട് സഹോദരനോടെന്ന പോലെ അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് എന്നും എന്നാൽ പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നാണ് പ്രശാന്ത് മറുപടി നൽകിയത് എന്നുമാണ് ശ്രീലേഖ നൽകുന്ന വിശദീകരണം. പ്രശാന്തിന്റെ കയ്യിൽ ഫോൺ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഇക്കാര്യം പരിശോധിക്കുകയുമാകാം. ഇക്കാര്യത്തിൽ തുടർ നടപടി മേയറുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട്. മുൻ കൗൺസിലറുമായി കൂടിയിരിക്കുമ്പോഴാണ് ഓഫീസിനെ കുറിച്ച് സംസാരമുണ്ടായത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടമുള്ള കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് അവിടെ ഇങ്ങനെ ഒരു തടസ്സമുണ്ട് എന്ന് പറഞ്ഞത് എന്നും അപ്പോഴാണ് പ്രശാന്തിനെ ഫോണിൽ വിളിച്ചത് എന്നും ശ്രീലേഖ പറയുന്നുണ്ട്. എം.എൽ.എ. ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം കോർപ്പറേഷന്റേതാണ് എന്നും ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശം കോർപ്പറേഷനാണ് എന്നുമാണ് ശ്രീലേഖയുടെ വാദം. തന്റെ അറിവിൽ കോർപ്പറേഷനുമായി ഇത്തരത്തിലൊരു കരാർ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നും കഴിഞ്ഞ കോർപ്പറേഷൻ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സഹായമാണ് കെട്ടിടമെന്നും ശ്രീലേഖ വാദിക്കുന്നുണ്ട്. മേയറുമായി കൂടിയാലോചിച്ച് വേണ്ടത് ചെയ്യുമെന്നാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കോർപ്പറേഷൻ കൗൺസിലിൽ ഭൂരിപക്ഷമുള്ള ബി.ജെ.പി. തീരുമാനിച്ചാൽ എം.എൽ.എ. ഓഫീസ് ഒഴിയേണ്ടി വരിക തന്നെ ചെയ്യും. അതേസമയം കെട്ടിടമൊഴിയാൻ ആവശ്യപ്പെട്ട് നഗരസഭയിൽ നിന്ന് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പ്രശാന്ത് വിശദീകരിക്കുന്നത്. ശ്രീലേഖ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. അവർ പോലീസ് ഉദ്യോഗസ്ഥ എന്നതൊക്കെ കഴിഞ്ഞെന്ന് അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. താൻ മേയറായ സമയത്താണ് കെട്ടിടം നിർമ്മിച്ചത് എന്നും പക്ഷേ അതൊരു അവകാശവാദമായി താൻ ഉന്നയിക്കുന്നതല്ല എന്നും പ്രശാന്ത് പറയുന്നുണ്ട്. ഇവിടെ പ്രശാന്തും ശ്രീലേഖയും പറയുന്നത് ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. തന്റേത് ചെറിയ ഓഫീസാണ് എന്നും സൗകര്യം പോരാ എന്നും കുറച്ചുകൂടി സൗകര്യത്തിനായി എം.എൽ.എയുടെ ഓഫീസ് മാറിത്തരണമെന്നും ആവശ്യപ്പെട്ടുവെന്നാണ് ശ്രീലേഖയുടെ വാദം. അതുതന്നെയാണ് പ്രശാന്തും ആവർത്തിച്ചത്. പക്ഷേ നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരം വാടക കരാർ എഴുതിയ കെട്ടിടത്തിൽ നിന്ന്
തന്നെ ഒഴിപ്പിക്കാൻ ആ തീരുമാനം റദ്ദു ചെയ്ത് സെക്രട്ടറി തങ്ങൾക്ക് നോട്ടീസ് നൽകണം. ഇങ്ങനെ നിയമപരമായി നടപടി പാലിച്ചുകൊണ്ടാണ് വാടകക്കാരെ മാറ്റേണ്ടത് എന്നും ഇതൊന്നും പാലിക്കാതെ കൗൺസിലർ വിളിച്ച് MLA ഓഫീസ് ഒഴിയണമെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് പോയത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണമെന്നും പ്രശാന്ത് കുറ്റപ്പെടുത്തുന്നു. കാലാവധി കഴിയുന്നതിന് മുൻപ് ഒഴിപ്പിക്കണമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞതാണ് എന്നും പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ശ്രീലേഖയുടെ ആരോപണങ്ങൾ പ്രശാന്ത് നിഷേധിച്ചിട്ടില്ല എന്ന് അർത്ഥം. മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിന് പിന്നാലെ ശ്രീലേഖ വിവാദത്തിനാധാരമായ MLA ഓഫീസിലെത്തി പ്രശാന്തിനെ കാണുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല എന്നും ചെറിയൊരു കാര്യം മാധ്യമങ്ങൾ വിവാദമാക്കുകയാണ് എന്നും ഇവിടെ വെച്ച് ശ്രീലേഖ പ്രതികരിച്ചു. ഒരു തർക്കവുമില്ല, താൻ അഭ്യർത്ഥിച്ചു എന്നേ ഉള്ളൂ. പ്രശാന്ത് ഈ 3 മാസമോ 4 മാസമോ ഇവിടെ ഇരിക്കുന്നതിൽ തനിക്ക് കുഴപ്പമില്ല. പക്ഷേ തന്റെ ആളുകളും താനും ആ ഓഫീസിലിരിക്കും, അല്ലാതെ മാർഗമില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. കൂടിക്കാഴ്ചയിൽ ഇതായിരുന്നു ശ്രീലേഖ പറഞ്ഞത്. 7 വർഷം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മാഡം അവിടെ ഇരിക്കുന്നതുകൊണ്ട് തനിക്കുമില്ല എന്ന് പ്രശാന്ത് മറുപടി നൽകി. അങ്ങനെ ഇരുവരും തമ്മിൽ ആ പ്രശ്നം പറഞ്ഞു തീർത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥി എന്ന് ഉയർത്തിക്കാട്ടിയാണ് ശ്രീലേഖയെ മത്സരിപ്പിച്ചിരുന്നത്. ശ്രീലേഖ വിജയിക്കുകയും ചെയ്തു. എന്നാൽ മേയറായത് VV രാജേഷ് ആയിരുന്നു. മത്സരിക്കുന്ന സമയത്ത് പോസ്റ്ററിൽ IPS എന്ന് എഴുതിയതും നടൻ ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ചതുമെല്ലാം ശ്രീലേഖയെ വിവാദത്തിലാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ സംഭവിച്ചത്. മേയറാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത BJP ശ്രീലേഖയെ തടഞ്ഞ് VV രാജേഷിനെ മേയറാക്കി. RSS നേതൃത്വത്തിന്റെ കടുത്ത നിലപാടാണ് ശ്രീലേഖയെ തള്ളാൻ ഇടയാക്കിയത്. ഇതിൽ ശ്രീലേഖ അസ്വസ്ഥയായിരുന്നു. പാർട്ടി നേതൃത്വത്തെ തന്റെ അതൃപ്തി നേരിട്ടറിയിക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ശ്രീലേഖ വേദി വിട്ടതും ചർച്ചയായി. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ഓഫീസ് വിവാദവും ഉണ്ടായിരിക്കുന്നത്.